ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാകിസ്ഥാൻ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് 20% ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്കുണ്ടായ ഒരു ലാഗ്, അത് ഇന്ത്യയോട് ചേർത്ത് നിൽക്കാൻ പറ്റാതെ അവർ പരാജയപ്പെട്ടതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് നമ്മളൊരു 20% ഇൻക്രീസ് ചെയ്യണം എന്നുള്ള അവരുടെ തീരുമാനം. അതായത് അവർ 20 40 100% അവരിനി ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്താലും ഇന്ത്യയുമായിട്ട് അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അത് പാകിസ്ഥാൻ ഇനി നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്തായാലും മണ്ടന്മാർ എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $9 ബില്യൺ വരും. അപ്പോൾ അതിൽ 20% എന്ന് പറഞ്ഞാൽ 9ന്റെ 20% എടുത്ത് അതും കൂടെ അങ്ങ് കൂട്ടിച്ചേർത്തു, അത്രേ ഉള്ളൂ. അല്ല 20% എന്ന് പറയുമ്പോഴത്തേക്കും വാർത്ത കേൾക്കുമ്പം 20% എന്ന് തോന്നിയാലും ഇപ്പം നിലവിലെ $9 ബില്യൺ അവരുടെ ബഡ്ജറ്റ്, ഡിഫൻസ് ബഡ്ജറ്റ്. അപ്പോൾ അതിൽ നിന്നും ഒരു 20%. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ റദ്ദാക്കിയത് ശരിക്കും ഇന്ത്യ റദ്ദാക്കാൻ വേണ്ടി ഇരുന്ന ഒരു സംഗതിയാണത്. ഈ പെഹൽഗാം ആക്രമണത്തിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ശരിക്കും ഈ ഒരു കരാർ പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് പാകിസ്ഥാന് അറിയിച്ചതാണ്. ഈ ഒരു കരാർ പുതുക്കുന്നില്ല ഇന്ത്യ, കാരണം അതിനകത്ത് കുറേ റിഫോർമേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. പോപ്പുലേഷനെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പും പാകിസ്ഥാന്റെ ലാൻഡ്സ്കേപ്പും കൂടെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ വെള്ളം, അതായത് അളവിൽ കൂടുതൽ വെള്ളം പാകിസ്ഥാൻ ഇതിൽ നിന്നും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞത്. കാരണം ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ, ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യ വിട്ടേക്കൂ, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ ഫുള്ള് വിട്ടേക്കൂ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഈ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഫോക്കസ് ചെയ്ത് നോക്കിയത്. ആ ഫോക്കസിൽ ആ ഒരു ഏരിയയിൽ വരുന്ന പോപ്പുലേഷൻ ബേസ് ചെയ്ത് നോക്കിയാൽ തന്നെയും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് ഈ ഒരു ഇൻഡസ് വാലിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു വെള്ളം പാകിസ്ഥാൻ ഏറ്റവും കൂടുതലാണ് പോകുന്നത് എന്നാണ് ഇന്ത്യയുടെ ക്ലെയിം. അതിലേക്കൊരു നെഗോസിയേഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലെങ്ങും തയ്യാറായില്ല. പാകിസ്ഥാൻ തയ്യാറായില്ല, ഇന്ത്യയും തയ്യാറായില്ല. ഇന്ത്യ തീർച്ചയായിട്ടും അവരെ ഇഗ്നോർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതേസമയം പാകിസ്ഥാൻ അതിനെ തന്നെ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമാന്നൊരു അക്ഷരം ഇണ്ടാനോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇത് പുതുക്കണം, ഇത് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷൻസ് വേണമെന്നോ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തില്ല. ഇതും കൂടെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽബീയിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ട് വെള്ളം കൊടുത്തത്. അല്ലാതെ ഈ ഒരു കരാറിൽ ശരിക്കും നിർബന്ധമായിട്ട് ഇന്ത്യ അങ്ങോട്ട് വെള്ളം കൊടുത്തോളാം എന്ന് എഴുതി വെച്ചിട്ടില്ല. ഈ കരാർ പറയുന്ന വെച്ചാൽ ഗുഡ് റിലേഷൻഷിപ്പ്, ഗുഡ് വില്ലിന്റെ ഭാഗമായിട്ട് നീ നന്നായിക്കോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഔദാര്യമാണ് ഈ വെള്ളം കൊടുക്കുന്നത് അങ്ങോട്ട്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എത്ര കോടതികളിൽ, അന്താരാഷ്ട്ര കോടതികളിൽ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും അന്താരാഷ്ട്ര കോടതികളിൽ നിന്നൊക്കെ വരാൻ പോകുന്ന വിധി. അതായത് ഒരു 30% വേണമെങ്കിൽ, ഒരു 30-35% വേണമെങ്കിൽ വെള്ളം അവർക്ക് കൊടുത്തോ എന്ന് മാത്രമേ ഏതൊരു കോർട്ടിനും വിധിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള പല കേസുകളിലും ഇതിൻ്റെ മുന്നുദാഹരണങ്ങൾ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുപരിയായിട്ടുള്ള വെള്ളം അവർക്ക് കൊടുക്കണം, 80% വെള്ളമൊക്കെ അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഒരു കോടതിയും വിധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് ഇന്ത്യക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കൺസൾട്ടേഷൻസ് ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഡാമിലേക്ക് എപ്പോൾ വേണേലും ഇന്ത്യക്ക് വെള്ളം തുറന്നു വിടാം, എപ്പോൾ വേണേലും അടച്ചു പൂട്ടാം. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പഞ്ചാബ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെനാബ് റിവറൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇന്ത്യക്ക് തോന്നുമ്പോൾ അത് അടയ്ക്കും ഡാം, ഇന്ത്യക്ക് തോന്നുമ്പോൾ തുറന്നു വിടും. ഈ തോന്നുമ്പോൾ തുറന്നു വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് സെഡിമെന്റ്സ് അങ്ങ് പോകും. സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചെളി, നിറഞ്ഞ ചെളി അങ്ങ് പോകും. ഈ ഡാം അത്ര ഫോഴ്സിൽ അങ്ങ് തുറന്നു വിടുമ്പോഴത്തേക്കും ഈ ചെളി പോയിട്ട് ഈ എക്കൽ പോയിട്ട് ഇങ്ങനെ കരകളിലൊക്കെ അടിഞ്ഞിട്ട് ശരിക്കും അവരുടെ, അതായത് പണ്ട് ഈ ഒരു സ്വാഭാവികമായിട്ട് നദി ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു പ്രതീതി അനുസരിച്ചാണല്ലോ ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ജനവാസ മേഖലയിലും അതുപോലെ തന്നെ അവരുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഈ സെഡിമെന്റ്സ്, ഈ ചെളി മണ്ണുകൾ പോയിട്ട് അടിയാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും അവിടെ എക്സ്പെൻസീവ് ആണ്. വീണ്ടും സർക്കാരിന്റെ ചെലവിൽ ഈ ചെളിയും എക്കലൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അതിനൊരു JCB വെച്ച് അതൊരു അഡീഷണൽ ചെലവാണ്. അപ്പോൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും പഞ്ചാബ് മേഖലയിൽ ഉള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ പഞ്ചാബ് മേഖലയിലുള്ള ജനങ്ങൾ സർക്കാരിനെതിരെ ഈ വിഷയവുമായിട്ട് നിരന്തരം അവിടെ പെറ്റീഷൻ ഇട്ടുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ വരെ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇന്ത്യ കനാൽ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കനാൽ പ്രോജക്റ്റുകൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഈ മേഖലയൊക്കെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ പഞ്ചാബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൃഷിപരമായിട്ട് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് രാജസ്ഥാനെ ഫോക്കസ് ചെയ്തിട്ട് ഈ വെള്ളം വഴിതിരിച്ചു വിടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ത്യ നോക്കുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും തീർത്തും പാകിസ്ഥാൻ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വലയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിക്കവാറും ഇനി അടുത്ത് വരാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തിനെ ചൊല്ലിയായിരിക്കും എന്നാണ് പല അനാലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ സെൽഫ് മോഡേണൈസ്ഡ് ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് മാറുന്നതായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്.
അതായത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സെൽഫായിട്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പം മാക്സിമം ഡിഫൻസ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ്. അത് ഏകദേശം ഒരു 50% സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. വിലയിരുത്തൽ അങ്ങനെയാണ്. മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ തീർച്ചയായിട്ടും വെളിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ഒന്നുമേ ഇല്ല എന്നുള്ള നിലയില്ല ഇപ്പോൾ. അതിൽ നിന്നും ഒരുപാട് നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നുള്ളതാണ്. ഈ ഒരു ഡിഫൻസ് മേഖലയിൽ ആയുധം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെൽഫ് സഫിഷ്യൻസിയിലോട്ട് ഇന്ത്യ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ഗ്ലോബൽ ഡെലിഗേഷൻ ഇല്ലേ, ഇന്റർനാഷണൽ ഡെലിഗേഷൻ, ഇത് ആൾ പാർട്ടി ഡെലിഗേഷൻസ്, അതായത് ഈ ഒരു തീവ്രവാദത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഡിപ്ലോമാറ്റിക് വിസിറ്റ് എന്നുള്ള നിലയിൽ പല രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടീമുകളായിട്ട് തിരിച്ച് പാർലമെന്റിലെ എല്ലാ ഡെലിഗേഷൻസിനെയും സെപ്പറേറ്റ് ഗ്രൂപ്പിലാക്കി ഓരോ ഗ്രൂപ്പുകളായിട്ട് ഒരു വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു തീർന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡെലിഗേറ്റ്സും ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിൽ എത്തിയ സ്ഥിതിക്ക് പ്രൈം മിനിസ്റ്റർ മോദി ഇന്ന് എല്ലാ ഡെലിഗേറ്റ്സിനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ ശശി തരൂർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് പാകിസ്ഥാനിന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറലായി പോവും, അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ നോട്ടീസ് ചെയ്യും. ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു റിയാക്ട് വി വിൽ ആൾസോ റിയാക്ട്, ഇതാണ് പറഞ്ഞത്. അത് പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശശി തരൂർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന് കൊടുത്ത വാണിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഇപ്പം സ്റ്റുഡൻസ് വിസ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനൊന്നും അവിടെ വിസ കിട്ടുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാനിത് എൻ്റെ വാർത്തയിൽ ഇതിന് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും ഇപ്പോൾ ഒരു പുതിയ അക്കാഡമിക്കിലോട്ട് പോയി ജോയിൻ ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റിംഗിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ജർമ്മനി ഇന്ത്യൻ സ്റ്റുഡൻസിന് വിസ കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഓപ്ഷനാണ്, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം. ജർമ്മനി ഒരു നല്ല ഓപ്ഷനും കൂടിയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രശ്നം ഈ റെഫ്യൂജികളാണ്. ഏത് റെഫ്യൂജികൾ? ഈ സിറിയയിൽ നിന്നൊക്കെ കയറിപ്പോയ റെഫ്യൂജികൾ കുറേ കിടപ്പുണ്ട്. അവരുമായിട്ടൊക്കെ സൂക്ഷിച്ചും കണ്ട് പെരുമാറേണ്ടി വരും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് നേരത്തും ഒരു കാർ അങ്ങ് ഓടിച്ചങ്ങ് കയറും എവിടെയെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതിലുപരിയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ജർമ്മനിയിലില്ല. ബട്ട് ജർമ്മനിയിൽ ഇപ്പം മലയാളികളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നേഴ്സുമാരും ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഒരുപാടുണ്ട് അവിടെ. എന്നാലും ജർമ്മനിയിലേക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ തൽക്കാലം അമേരിക്ക വിസയെ കാത്തിരിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ജർമ്മനിയിലുള്ള കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ്. പോവേർട്ടി ഇൻഡെക്സ് എല്ലാ വർഷവും നടക്കുന്ന ഒരു പോവേർട്ടി ഇൻഡെക്സ് സർവേ തന്നെയാണ് ഇത്. UN-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സർവേ ഒക്കെ നടക്കുന്നത്. എല്ലാ വർഷവും UN-ന്റെ ഒരു ഇന്റർഫിയറൻസ് ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നിർണായകമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നതായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതായത് 2011-12 കാലഘട്ടങ്ങളിൽ 27% ഉണ്ടായിരുന്ന ആ ഒരു പോവേർട്ടി നിരക്ക് ഇപ്പം, അതായത് 2022-23 കാലഘട്ടങ്ങളിൽ അത് 5.3% ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രോത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഗ്ലോബലി ആ ഒരു പോവേർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന ആ ഒരു കമ്മിറ്റി നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് തന്നെ ഇതിൽ ഒരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നും കൂടി ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ഏതാണ്ട് 269 മില്യൺ പീപ്പിൾ പോവേർട്ടി ലെവലിൽ നിന്നും ലിഫ്റ്റ് അപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഇന്ത്യ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ വളരെ ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അതായത് ഈ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാകിസ്ഥാന്റെ ടോട്ടൽ പോപ്പുലേഷനിൽ അധികമാണ് നമ്മൾ പോവേർട്ടി ലിഫ്റ്റ് അപ്പ് ചെയ്ത ആ ഒരു ജനസംഖ്യ മാത്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനിന് 15 ഇതേ അവസ്ഥയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം തീവ്രവാദമാണല്ലോ അവരുടെ യഥാർത്ഥത്തിലുള്ള ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീവ്രവാദത്തിനെ ദേശീയതയായിട്ട് കൊണ്ട പാകിസ്ഥാൻ 15 ഇനി അങ്ങ് തുടർന്ന് ഈ ഒരു പോവേർട്ടിയിൽ തന്നെ കിടന്ന് എഴയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയുന്നത്. കാരണം ആ രീതിയിലുള്ള ദാരിദ്ര്യമാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗ്രീസ് എന്ന് പറഞ്ഞ കൺട്രി അറിയാമല്ലോ, അവർ തുർക്കിയുമായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. മെഡിറ്ററേനിയനിൽ കിടക്കുന്ന സൈപ്രസ് ഐലൻഡുമായിട്ടാണ് ശരിക്കും ഗ്രീസിനും തുർക്കിക്കും പ്രശ്നമുള്ളത്. രണ്ട് സൈഡിലും 2 ആൾക്കാർ അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൈവലറിയാണത്. അപ്പോൾ എന്തായാലും ഈ ഗ്രീസ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇന്റലിജൻസ് ഷെയറിങ് അവർ നടത്തുന്നുണ്ട്. ഡിഫൻസുമായിട്ട് ടൈപ്പ് ഉണ്ട് ഗ്രീസിന്. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഗ്രീസുമായിട്ട് വെച്ചൊരു എഗ്രിമെന്റ് ആണ്. തുർക്കിക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു അടുപ്പം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രീസിനെ ഇന്ത്യ ഈ ഒരു ഇന്റലിജൻസ് മേഖലയിൽ കൂട്ടിച്ചേർത്തത്. കാരണം ഇന്ത്യക്ക് അതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്രീസ് തന്നിട്ടുമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ഗ്രീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ, ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ, എന്താണ് ഉണ്ടായിരുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇന്ത്യ എല്ലാ സീക്രട്ടുകളും അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കില്ല. തീർച്ചയായിട്ടും ഈ ഒരു ആർമിയുടെ മൂവ്മെന്റ്സ്
എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ആക്ഷൻ പ്ലാൻസ് ആണ് ഇവരെടുത്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യ ഷെയർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ചൈനയ്ക്ക് ബദലായിട്ട് മിനറൽ സപ്ലൈ, റയർ എർത്ത് മിനറൽസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയുടെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ഇറക്കുമതി ആ ഒരു മേഖലയിൽ കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ റീജിയനിൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാനാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ US, അമേരിക്ക ഇപ്പോൾ ചൈനയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഈ ഒരു റെയർ എർത്ത് മിനറൽ വേണം, എങ്ങനെയെങ്കിലും തരണം, ലണ്ടനിൽ വെച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ വീഴാതെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ട്രംപ് ഷീ ജിൻപിങ്ങിന്റെ ഫോണിൽ സംസാരിച്ചു, വിളിക്കൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് റെയർ എർത്ത് മിനറലിന്റെ സപ്ലൈ. റെയർ എർത്ത് മിനറൽസിന്റെ എക്സ്പോർട്ട് ചൈന ബാൻ ചെയ്തത് അത് റീകൺസിഡർ ചെയ്യണമെന്നാണ് ഇവർ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവർ ഇങ്ങനെ വെണ്ട കഷ്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ എയിം വളരെ വ്യക്തമാണ്, ഞങ്ങൾക്ക് റെയർ എർത്ത് മിനറൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് അമേരിക്ക വീണ് കിടക്കുന്നത്. അത് അമേരിക്കയുടെ വീക്ക്നെസ് ആണെന്നുള്ളത് ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്ത് ഇന്നത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി. ആക്സിയോം 4 എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ് മിഷൻ അത് ഒരു ദിവസം കൂടി മാറ്റി വെച്ചിരിക്കുകയാണ്. 10-ാം തീയതി പുലർച്ചെ വിക്ഷേപിക്കാനിരുന്ന ആ ഒരു ആക്സിയോം 4 മിഷൻ ഏതാണ്ട് 11-ാം തീയതിക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത് വെതർ കണ്ടീഷനാണ്. ബാഡ് വെതർ കണ്ടീഷനെ തുടർന്നാണ് അവർ ഈ പ്രോഗ്രാം മാറ്റിവെച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും 154 ബംഗ്ലാദേശികളെ പിടികൂടിയിട്ടുണ്ട്. അനധികൃത താമസക്കാരാണ്. അവരെ പിടികൂടി ബംഗ്ലാദേശിലേക്ക് തന്നെ കയറ്റി അയച്ചിരിക്കുകയാണ്. 154 പേര്. ഫിൻലാൻഡും ഇന്ത്യയും തമ്മിൽ ഒരു മീറ്റിംഗ് ഫിൻലാൻഡിൽ വെച്ച് തന്നെയാണ്. അതായത് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഫിൻലാൻഡ് സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഫിൻലാൻഡും തമ്മിൽ ഏതൊക്കെ മേഖലകളിൽ സഹകരിക്കാൻ പറ്റുമോ ആ മേഖലകളിലൊക്കെ തുടർന്ന് സഹകരിക്കും. പ്രത്യേകിച്ച് പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൾറെഡി തന്നെ നമ്മൾ ഡിഫൻസ് മേഖലയ്ക്ക് നിർണായകമായിട്ടുള്ള സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്യുന്നതിൽ നാറ്റോ രാജ്യങ്ങൾക്ക് നമ്മൾ ടയർ 2 സപ്ലയർ ആണ് ഇന്ത്യ. ടയർ 2 സപ്ലയർ ആയിട്ടുള്ള ഇന്ത്യയുടെ ഫിൻലാൻഡ് സന്ദർശനം ഫിൻലാൻഡിന് ഡിഫൻസ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോയിലെ ടയർ 2 മെമ്പറായ ഇന്ത്യ കൂടുതൽ സ്പെയർ പാർട്സുകൾ ഫിൻലാൻഡിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡിഫൻസ് കരാർ ഉണ്ടാക്കാനുള്ള പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ പീയൂഷ് ഗോയൽ, നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സ്വിറ്റ്സർലാൻഡിലുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ വിവിധ തരത്തിലുള്ള ബിസിനസ് ഇൻവെസ്റ്റേഴ്സുമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. തികച്ചും ഇന്ത്യക്കുള്ളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ, പ്ലാൻ ഇതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ബിസിനസ്മാൻമാർ അറ്റൻഡ് ചെയ്ത ഒരു മീറ്റിംഗ് ആണ് പീയൂഷ് ഗോയൽ സംഘടിപ്പിച്ചത്. പീയൂഷ് ഗോയൽ ഒരു എക്സ്ട്രോർഡിനറി സ്പീച്ചും കൂടി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നേച്ചർ, ഇന്ത്യയുടെ ഒരു മാർക്കറ്റ്, ഇന്ത്യയുടെ ഒരു യങ് പോപ്പുലേഷൻ, എന്താണ് ഇവിടുത്തെ ബിസിനസ് സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്പീച്ചാണ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കുള്ളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.